അതായത് പെൺകുട്ടികളെ കുറിച്ചാണ്. നമ്മൾക്ക് എപ്പോഴായാലും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചും തൻ്റെതായിട്ടുള്ള ഒരു തൊഴിൽ ഫാർമക്കോളജി ആൻഡ് പാത്തോളജി ഉണ്ട്. ഡോക്ടർ പഠിക്കുന്ന നല്ല വിഷയങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അത് ഭയങ്കരമായ ഹാൻസം സാലറി ഉണ്ട്. വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തന്നെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു ജോലി മേഖലയാണ്. പെൺകുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായ കോഴ്സ്, ആൺകുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായ കോഴ്സ്, അങ്ങനെ ഉണ്ടോ സാർ? അപ്പൊ ചില കുട്ടികൾക്ക് ഇതേപോലെ തന്നെ യാതൊരു ഐഡിയയും ഇല്ല ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം. അതായത് പെൺകുട്ടികളെ കുറിച്ചാണ്. ഏത് ആണ് അവരുടെ കരിയർ ഫ്യൂച്ചർ ഇതൊന്നും അറിയാത്ത കുട്ടികളുണ്ടാവില്ലേ, അവർക്ക് സാറ് സജസ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സ് ഏതായിരിക്കും? അത് നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. ഉണ്ട്. നമ്മൾക്ക് എപ്പോഴായാലും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചും അവൾ വീടിന്റെ വെള്ളക്കാരെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പം അതനുസരിച്ച് നോക്കിയാൽ വീടിന്റെ കാര്യങ്ങളും തൻ്റെതായിട്ടുള്ള ഒരു തൊഴിൽ അതിൻ്റെ അകത്ത് ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ നഴ്സിംഗ് അവർക്ക് ഏറ്റവും ഞാൻ ഓപ്റ്റ് ചെയ്തു. കാരണം എൻ്റെ കാര്യം 6 മണിക്കൂറില്ലെങ്കിൽ 8 മണിക്കൂറാണ് ഒരു പെൺകൊച്ച് ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് അവൾക്ക് ബാക്കിയുള്ള സമയം അവൾക്ക് വീടിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് സമയം കിട്ടുന്നുണ്ട്. ഒന്ന് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം മാഡം ഒരു ഹോസ്പിറ്റലിലേക്ക് മാഡമാണ് നേഴ്സായിട്ട് പോകുന്നത്. ആ ഹോസ്പിറ്റൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള പ്രൊവിഷൻ ഉണ്ട്. വിദേശ രാജ്യങ്ങൾ ഭയങ്കരമായി ഡിമാൻഡ് ചെയ്യുന്ന നമ്മളെ ഇന്ത്യയിൽ നിന്നുള്ള നേഴ്സുമാരെയാണ്. അപ്പം കൂടുതൽ എല്ലാം കൂടുതൽ ശ്രദ്ധയുണ്ട്. ഇതിനെക്കാട്ടിലേറെ നമുക്ക് ഒരു നേഴ്സിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു അമ്മയാണ് അവൾ, അല്ലെ ഭാര്യയാണ്, അല്ലെങ്കിൽ മകളാണ്. അപ്പൊ അവളുടെ എന്തുകൊണ്ട് ഒരു രോഗം ഉണ്ടാവുന്നു, രോഗങ്ങളെ എങ്ങനെ നമുക്ക് തടയാൻ പറ്റുന്നു. ഇതിനകത്ത് ഈ അനാട്ടമി എന്ന് പറഞ്ഞുണ്ട്, ഫിസിയോളജി ഉണ്ട്, മൈക്രോബയോളജി ഉണ്ട്, സൈക്കോളജി ആൻഡ് സോഷ്യോളജി ഉണ്ട്, ചൈൽഡ് കെയർ ഉണ്ട്, മെന്റൽ ആൻഡ് സൈക്കാട്രിക് ഹെൽത്ത് ഉണ്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് ഉണ്ട്, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി നഴ്സിംഗ് ഉണ്ട്, ഫാർമക്കോളജി ആൻഡ് പാത്തോളജി ഉണ്ട്. ഡോക്ടർ പഠിക്കുന്ന നല്ല വിഷയങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ദുഃഖത്തിന്റെ പാരമ്യത്തിലാണ് ആശുപത്രിയിലേക്ക് വരുന്നത്. അവിടെ പലയിടത്തും അവർക്ക് ഒരു മാലാഖ, ഒരു നല്ല ദൂതനായിട്ട് മാറാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നുണ്ട്. ഈ നഴ്സിംഗ് എന്ന് പറയുന്നത് 4 വർഷം കൊണ്ടല്ല, ഏകദേശം 8-9 വർഷം കൊണ്ട് ഒരു ഡോക്ടറെക്കാട്ടിലും കൂടുതൽ ജ്ഞാനങ്ങൾ സമ്പാദിക്കാനായിട്ട് നല്ല കഴിവുള്ള അവസരം കിട്ടുന്നുണ്ട്. മാഡം അതിനെപ്പറ്റി വിശദമായിട്ട് കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് 9 വയസ്സിനും 55 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകളാണ് ഒരു ആശുപത്രിയിലോട്ട് ചെല്ലുന്നതിൽ 65% ആൾക്കാർ. ബാക്കിയുള്ള 35% ഉള്ള ഈ 9 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയും 55 വയസ്സിന് മുകളിലുള്ള സ്ത്രീയും ബാക്കി പുരുഷഗണങ്ങൾ മുഴുവൻ വരുന്നത് 35% വരുന്നുള്ളൂ. അപ്പം നേഴ്സ് എന്ന് പറയുന്ന ഒരാള്, ആ ആൾക്ക് ഈ 13-14 വയസ്സ് കഴിഞ്ഞതാണ്. അതിൻ്റെ അമ്മയ്ക്ക് ഈ 55 വയസ്സിന് താഴെയാണ്. ആ നഴ്സിംഗ് മേഖലയിൽ അതുപോലെ താല്പര്യമുള്ളവർക്ക് പോകാനായിട്ട് നല്ല ഭാവിയിൽ നമുക്ക് ഭാസുരമായിട്ട് സന്തോഷകരമായിട്ട് കുടുംബജീവിതം നയിക്കാനായിട്ടും പറ്റുന്ന ഒരു നഴ്സിനാണ്. വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തന്നെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു ജോലി മേഖലയാണ്. അത് ഭയങ്കരമായ ഹാൻസം സാലറി ഉണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മളുടെ ഇന്ത്യൻ പെൺകുട്ടികൾ പോകുന്നതെല്ലാം നഴ്സുമാരാണ്. 100% പ്ലേസ്മെന്റും ഇതിന് ഉറപ്പാക്കാൻ പറ്റുന്ന 100%. പക്ഷെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവള് നഴ്സിംഗ് ഇഷ്ടപ്പെടണം. അതാണ് നഴ്സിംഗ് ഇഷ്ടപ്പെടണം. സേവനമാണ്. ശമ്പളം 2ാമത്തെ ഭാഗമാണ്. സേവനത്തിന് തയ്യാറാണ്. നമ്മുടെ അടുത്ത് വരുന്ന രോഗിയെ പരിചരിക്കാൻ നമ്മൾ തയ്യാറില്ലെന്നുണ്ടെങ്കിൽ നഴ്സിംഗിന് പോയിട്ട് കാര്യമുണ്ടോ?